ഇന്ന് മാത്സിൻ്റെ 4ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു ചോദ്യം നമുക്ക് ഈ ക്ലാസ്സിൽ ഒന്നുകൂടി ചർച്ച ചെയ്യാം. ചോദ്യം ഇങ്ങനെയാണ്: ചെറുതുരുത്തി AMLP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ വികസനത്തിനായി 30,000 രൂപ സംഭാവന ചെയ്തു. അതിന് പുറമെ 12 അധ്യാപകർ 500 രൂപ വീതവും നൽകി. ആകെ ലഭിച്ച തുകയുടെ പകുതി തുക കൊണ്ട് സ്കൂൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വാങ്ങി. ബാക്കിയുള്ളതിൻ്റെ പകുതി തുക കൊണ്ട് അലമാരയും വാങ്ങി. ബാക്കി തുക സ്കൂൾ മാനേജർ നൽകിയ 5,000 രൂപയും കൊണ്ട് സ്കൂളിലെ പൊട്ടിപ്പൊളിഞ്ഞ ടൈലുകൾ ശരിയാക്കി. ഇതാണ് മുകളിൽ തന്നത്. സ്കൂൾ വികസനത്തിന് ആകെ എത്ര രൂപ ലഭിച്ചു എന്നാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ 30,000-വും അധ്യാപകർ നൽകിയ 6,000-വും മാനേജർ നൽകിയ 5,000 കൂടി 41,000 രൂപ ലഭിച്ചു എന്നാണ്. സ്കൂൾ ലൈബ്രറിയിലേക്ക് എത്ര രൂപ പുസ്തകങ്ങൾ വാങ്ങിയെന്നാണ്. അപ്പോൾ അത് കണക്കാക്കേണ്ടത് ഈ 5,000 രൂപ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മാനേജർ നൽകിയത് സ്കൂളിലെ ടൈലുകൾ നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ബാക്കി തുക 36,000 രൂപ, അതിൻ്റെ പകുതിയായിട്ടുള്ള 18,000 രൂപയാണ് അതിനായിട്ട് ഉപയോഗിച്ചത്. അലമാരയുടെ വില 18,000-ൽ നിന്ന് പകുതിയാണ് ഉപയോഗിച്ചത്, 9,000 രൂപ. ഇനി പൊട്ടിപ്പൊളിഞ്ഞ ടൈലുകൾ ശരിയാക്കാൻ ഈ 9,000-വും മാനേജർ നൽകിയ 5,000-വും കൂടി 14,000 രൂപ അതിനും ഉപയോഗിച്ചു. 10 രൂപ വിലയുള്ള 7 പേനകളും 15 രൂപ വിലയുള്ള 8 പുസ്തകങ്ങളും വാങ്ങിയാൽ ആകെ എത്ര രൂപയാകും? 10 രൂപയുടെ 7 പേനകൾ വാങ്ങിയാൽ 10 × 7 70-ഉം അതുപോലെ തന്നെ 15 രൂപ വിലയുള്ള 8 പുസ്തകങ്ങൾ 15 × 8 120-ഉം. ഈ രണ്ട് തുകകളും തമ്മിൽ കൂട്ടി നോക്കിയാൽ 190 എന്ന ഉത്തരം ലഭിക്കും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഞാനും എൻ്റെ 2 ഇരട്ടിയും ചേർന്നാൽ 1332 എന്നാൽ കിട്ടും. ഞാൻ ആരാണ്? 1332. ഞാനും എൻ്റെ 2 ഇരട്ടിയായി, അതായത് 3 കൊണ്ട് 3 ആളാണ്. ഞാനും എൻ്റെ 2 ഇരട്ടി എന്ന് പറയുന്നത് 3 അപ്പോൾ ആ 3 കൊണ്ട് 1332-നെ ഹരിച്ചാൽ 444 എന്ന ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്: ഞാൻ എൻ്റെ 3 ഇരട്ടിയും ചേർന്നാൽ എത്ര കിട്ടുമെന്നാണ്. അപ്പോൾ ഞാനും എൻ്റെ 3 ഇരട്ടി എന്ന് പറയുന്നത് 4. അപ്പോൾ ഈ സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ 362 എന്ന് കിട്ടും. ആദ്യം 200 മീറ്റർ റോഡ് കൂടി ടാർ ചെയ്താൽ 1 കിലോമീറ്റർ ടാറിങ് പൂർത്തിയാക്കുമെങ്കിൽ ഇതുവരെ എത്ര മീറ്റർ റോഡ് ടാറിങ് നടത്തിയിട്ടുണ്ട് എന്ന ചോദ്യമാണ്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമുക്ക് നോക്കേണ്ടത് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. അപ്പോൾ 1000 മീറ്ററിലേക്ക് ഇനി എത്ര 200 മീറ്റർ കൂടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര 200 ബാക്കിയായാൽ 800 എന്ന് ഉത്തരം ലഭിക്കും. 400 മീറ്റർ കൂടി ടാർ ചെയ്യാൻ 1.5 കിലോമീറ്റർ ടാർ പൂർത്തിയാകുമെങ്കിൽ ഇതുവരെ എത്ര മീറ്റർ ടാറിങ് ചെയ്തിട്ടുണ്ട്? 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് 1,500 മീറ്ററാണ്. 1,500-ൽ നിന്നും 400 കുറച്ചാൽ 1,100 മീറ്റർ എന്ന ഉത്തരം ലഭിക്കും. ഹലോ എന്ന കുട്ടി പുതിയ സൈക്കിൾ വാങ്ങാൻ തീരുമാനിച്ചു. ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ പുതിയൊരു സൈക്കിളിന് 6,650 രൂപയാണ് വില. 2,000 രൂപ അമ്മാവൻ നൽകി. അമ്മായി 500 രൂപ നൽകി. അപ്പോൾ എത്ര? രണ്ടുപേരും നൽകിയ പണങ്ങൾ നോക്കുമ്പോൾ 2,000 രൂപയും 3,500-ൻ്റെ നോട്ടായ 1,500 നോക്കുമ്പോൾ 3,500. സൈക്കിളിൻ്റെ വില 6,650 അതിൽ നിന്നും 3,500 കുറച്ചാൽ 3,150 രൂപ അച്ഛൻ നൽകേണ്ടി വരും. അടുത്ത ചോദ്യം: സ്കൂൾ ലൈബ്രറിയിൽ നേരത്തെ 1,223 പുസ്തകങ്ങളുണ്ടായിരുന്നു. പുതിയ വർഷം 49 പുസ്തകങ്ങൾ കൂടി കിട്ടിയപ്പോൾ ആകെ പുസ്തകങ്ങളുടെ എണ്ണം എത്ര? ആദ്യം നിലവിലുണ്ടായിരുന്ന പുസ്തകത്തിലേക്ക് അധികമായി വന്ന പുസ്തകം ആഡ് ചെയ്താൽ 1,272 എന്ന ഉത്തരം ലഭിക്കും. അടുത്ത ചോദ്യം: 2 സംഖ്യകളുടെ തുക 91 അവയുടെ വ്യത്യാസം 13 ആയാൽ അവയുടെ ചെറിയ സംഖ്യ ഏത് എന്ന ചോദ്യത്തിന് 2 സംഖ്യകളുടെ തുക 91 വ്യത്യാസം വലുത് 13 കൂടുതലാണെന്ന് മാത്രമാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ആ 13 നമുക്ക് കൂടുതലുള്ള വലിയ സംഖ്യയിലേക്ക് ആഡ് ചെയ്യാം. അതിൽ നിന്നും 91-ൽ നിന്നും 13 കുറച്ച സംഖ്യ 78. 78-നെ 2 തുല്യ ഭാഗങ്ങളാക്കി 39-ഉം 2 സംഖ്യകളിലേക്കും ആഡ് ചെയ്താൽ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും ലഭിക്കും. 2 സംഖ്യകളുടെ തുക 116 ആയാൽ അവയുടെ വ്യത്യാസം 22 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏതെന്ന ചോദ്യം. നേരത്തെ അത് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. 116 എന്ന സംഖ്യ നമുക്ക് 2 സംഖ്യകൾ കൂട്ടിയാൽ കിട്ടും. 22 വ്യത്യാസം, വലിയ സംഖ്യയാണ് 22 കൂടുതലായിരിക്കും. ബാക്കി വരുന്ന 94-നെ 2 തുല്യ ഭാഗങ്ങളാക്കി 47 ആക്കി 2 സംഖ്യകളിലേക്കും എഴുതി ചേർത്താൽ ചെറിയ സംഖ്യ 47-ഉം വലിയ സംഖ്യ 69-ഉം കിട്ടും.
150 രൂപ 3 പേർ വീതിച്ചെടുത്തു. ഒരാൾക്ക് 2 പേരേക്കാൾ 6 രൂപ കൂടുതൽ കിട്ടി. എന്നാൽ 2 പേർക്ക് എത്ര രൂപ വീതമാണ് ലഭിച്ചത് എന്ന ചോദ്യത്തിന് 3 പേരെ നമുക്ക് 3 വട്ടങ്ങളാക്കിയിട്ട് എടുക്കാം. ഒരാൾക്ക് 6 രൂപ അധികം ലഭിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന സംഖ്യയെ 3 കൊണ്ട് തുല്യമായിട്ട് വീതിച്ച് 3 പേർക്കും വീതിച്ച് നൽകിയാൽ ഉത്തരം കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കും. ബാക്കി വന്ന സംഖ്യ 144 അതിനെ 3 കൊണ്ട് ഹരിച്ച് 48നെ 3 പേർക്കും തുല്യമായിട്ട് വീതിച്ചു. 250 രൂപ 3 പേർ വീതിച്ചെടുത്തു. ഒരാൾക്ക് മറ്റ് 2 പേരെക്കാൾ 10 രൂപ അധികം കിട്ടി. എന്നാൽ ഓരോരുത്തർക്കും ലഭിച്ച തുക എത്ര എന്നാണ്. 10 രൂപ അധികം കിട്ടിയതും ബാക്കി വരുന്ന സംഖ്യ തുല്യമായിട്ട് 3 പേർക്ക് വീതിച്ചു കൊടുത്താൽ ഉത്തരം ലഭിക്കും. 20 രൂപയുടെ പേനയും 20 രൂപയുടെ പെൻസിലും 40 രൂപയുടെ പുസ്തകവും 40 രൂപയുടെ ബോക്സും 10 പേർക്ക് വീതം വാങ്ങിയാൽ എത്ര രൂപ ആയിരിക്കും? ഒരാൾക്ക് വാങ്ങിയാൽ എല്ലാ സംഖ്യകളും കൂട്ടിയാൽ 120 ആണ്. 120നെ 10 പേർക്ക് കൊടുക്കുമ്പോൾ 1200 എന്ന ഉത്തരം ലഭിക്കും. വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണത്തിനായി എത്തിച്ച 2360 കിലോഗ്രാം അരിയിൽ നിന്നും 1230 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ഇനി എത്ര കിലോഗ്രാം മിച്ചമുണ്ട്? 2360 നിന്നും 1230 കുറച്ചാൽ 1130 എന്ന ഉത്തരം ലഭിക്കും. സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി എത്തിച്ച 1250 കിലോഗ്രാം അരിയിൽ നിന്നും ആ മാസം 950 കിലോഗ്രാം അരി ഉപയോഗിച്ചു. പാചകപ്പുരയിൽ ഇനി എത്ര കിലോഗ്രാം മിച്ചമുണ്ട്? 1250 നിന്നും 950 കുറച്ചാൽ 300 എന്ന് ഉത്തരം ലഭിക്കും.